ലവ് ബോംബിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ലവ് ബോംബിംഗ്? നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടെ എന്താണ് ലവ് ബോംബിംഗ്, ഇതെങ്ങനെയാണ് സംഭവിക്കുക, എന്തുകൊണ്ടാണ് സംഭവിക്കുക, ആൻഡ് അങ്ങനെ ലവ് ബോംബിംഗ് സംഭവിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഹായ് എവ്രി വൺ, ഞാൻ അർച്ചന. ഇത് അമൈൻമെൻറ്റ്. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അമൈൻമെൻറ്റ്. ലവ് ബോംബിംഗ് എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാക്റ്റിക്കാണ്. ഇതിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ കയറി വരുന്നു. അയാൾ വന്നതും വളരെയധികം എക്സസീവായിട്ട് നിങ്ങളുടെ ടുവേർഡ്സ് എഫെക്ഷൻ ഷോ ചെയ്യുന്നു, അറ്റൻഷൻ തരുന്നു, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് വാങ്ങിച്ചു തരുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ അവരുടെ ഉദ്ദേശമാണ് നിങ്ങളുടെ മേലിൽ കൺട്രോൾ ഗെയിൻ ചെയ്തെടുക്കുക എന്നത്. നിങ്ങൾ ചിലവരെങ്കിലും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഷടാ ഇതെന്തൊരു കഷ്ടമാണ്, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്താൽ പ്രശ്നം, കൊടുത്തില്ലെങ്കിൽ പ്രശ്നം, എഫെക്ഷൻ കാണിച്ചാൽ പ്രശ്നം, കാണിച്ചില്ലെങ്കിൽ പ്രശ്നം. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു ബിഹേവിയറൽ രീതിൻ്റെ പുറകിലുള്ള ഇൻറ്റൻഷനാണ് പ്രശ്നം. നിങ്ങളിപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആ ഗിഫ്റ്റ് മനസ്സറിഞ്ഞ് ഒരാളുടെ അടുത്ത് സ്നേഹം തോന്നി പരസ്പരം മനസ്സിലാക്കി ഈ റിലേഷൻഷിപ്പ് റെലവൻ്റ് ആണ്, ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു ആ പേഴ്സണിനെ എന്ന് തോന്നിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതും, അതേ സമയത്ത് റിലേഷൻഷിപ്പാണെന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ച് പെട്ടെന്ന് തന്നെ ലൈക്ക് വിതിൻ ഒരു 1 വീക്ക് തന്നെ നിങ്ങളൊരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് വാങ്ങിക്കുകയാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഈ ഗിഫ്റ്റ് വാങ്ങിച്ചത് കൊണ്ട് ആ ആളുടെ മുകളിൽ കൺട്രോൾ ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ, എനിക്ക് പിന്നീട് ഞാനിതൊക്കെ നിനക്ക് വാങ്ങിച്ചു തന്നിട്ടില്ലേ എന്നെനിക്ക് പറയാമല്ലോ എന്ന് ചിന്തിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നത് തമ്മിൽ ആ ഇൻറ്റൻഷനിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. നാർസിസിസ്റ്റിക് ടെൻഡൻസി ഉള്ള ആൾക്കാർ ഈ ലവ് ബോംബിംഗ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ വെറും നാർസിസിസ്റ്റിക് ടെൻഡൻസി ഉള്ളവർ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ചിലവരിത് ഇൻറ്റൻഷനലായിട്ടും ചിലവർ അൺഇൻറ്റൻഷനലിയും ലവ് ബോംബിംഗ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ലവ് ബോംബിംഗ്. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇമാജിൻ ചെയ്യൂ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നു, ലൈക്ക് നിങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു. ആൻഡ് പരിചയപ്പെട്ടതും ആ ആൾ നിങ്ങൾക്ക് ഒരുപാട് അറ്റൻഷൻ തരുന്നു, വളരെയധികം ചാമിങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, ആൻഡ് നിങ്ങൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ പറയുന്നു, നിങ്ങളുടെ അടുത്ത് കോംപ്ലിമെൻറ്റ്സ് തരുന്നു, ലൈക്ക് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്ത ബെസ്റ്റ് കാര്യം, ഇതുവരെ അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഇത്രത്തോളം സ്പെഷ്യലായിട്ടോ കണക്റ്റഡ് ആയിട്ടോ ഒരാളുമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഇതൊക്കെ സംഭവിക്കുന്നത് മീറ്റ് ചെയ്തതിൻ്റെ ഒരു 2-3 ദിവസത്തിനുള്ളിലായിരിക്കാം. ആൻഡ് ആ ആൾ നിങ്ങൾക്കൊരു ഐഫോൺ വാങ്ങി തരുന്നു ആൻഡ് പറയുകയാണ്, ഈ പഴയ ഫോണൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതല്ലേ ഇപ്പോൾ ട്രെൻഡിലുള്ള, നിങ്ങളിത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് തരുവാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം നിങ്ങൾക്ക് തന്നെ ഡീപ്പ് ഡൗൺ തോന്നില്ലേ, ഇത് റിയാലിറ്റി ആണോ, ഇങ്ങനെ തന്നെ ആണോ സംഭവിക്കുന്നത് എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ലവ് ബോംബിംഗ് തുടങ്ങുക. സർഫസ് ലെവലിൽ നോക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം, ഇത് ലവ് അല്ലേ, എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ലവ് എന്ന് പറയുന്നത് ഓർഗാനിക്കലി സമയമെടുത്ത് രണ്ടുപേര് പരസ്പരം മനസ്സിലാക്കി പതുക്കെ ബിൽഡായി അത്രയ്ക്കും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ്റെ പുറത്താണ് ലവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ പെട്ടെന്ന് തന്നെ കണ്ടു ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഒരാൾക്ക് മറ്റൊരാളുടെ അടുത്ത് ലവ് തോന്നി ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരാളെ പരിചയപ്പെട്ടതും അടുത്ത ദിവസം തൊട്ട് തന്നെ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നു, ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കുന്നു, ഡേ ഫുൾ ടെക്സ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ഫുഡ് കഴിച്ചോ, ഇങ്ങനെ എല്ലാ രീതിയിലും ഫുൾ ടൈം നിങ്ങളെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ലൈക്ക് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞതും നിങ്ങളെ ആ പേഴ്സൻ്റെ സോൾമേറ്റ് ആയിട്ട് വിളിക്കുന്നു, കല്യാണം പ്ലാൻ ചെയ്യുന്നു, എത്ര മക്കൾ വേണമെന്ന് പ്ലാൻ ചെയ്യുന്നു, അങ്ങനെ ഫുൾ കാര്യങ്ങൾ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഇത്രയും ഇൻറ്റൻസ് ലെവലിൽ എത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നാം. പക്ഷേ അതേ സമയത്ത് ചിലവർക്ക് ആ ഡൗട്ട് തോന്നില്ല, അവർക്കിതൊക്കെ റൊമാൻറ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലൈക്ക് നിങ്ങൾ ആ പേഴ്സണിനെ അറിഞ്ഞിട്ടില്ല, എന്താണെന്നറിയില്ല, എന്തൊക്കെ ഇഷ്ടം എന്നറിയില്ല, എന്ത് വാല്യൂസ് ആണെന്നറിയില്ല, ഒന്നും അറിയില്ല. ആൻഡ് ഈ ഒരാഴ്ച കൊണ്ട് എങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ഇൻറ്റൻസ് ലെവലിലെത്തി? ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ലവ് ബോംബ് ചെയ്യുന്നതെന്ന്. അതിലാദ്യത്തെ പോയിൻ്റാണ്, അവർ ഈ ലവ് ബോംബിംഗ് യൂസ് ചെയ്യുക ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് തന്നെ നിങ്ങളെ എല്ലാ കാര്യത്തിനും ആ പേഴ്സൻ്റെ മുകളിൽ നിങ്ങൾ ഡിപ്പെൻഡൻ്റായി മാറുകയാണ്. നിങ്ങൾക്കൊരു ചെറുതായിട്ട് മൂഡ് ഓഫ് ആയാലും, എന്ത് ലൈഫിൽ ഡിസിഷൻ എടുക്കണമെന്ന് തോന്നിയാലും എല്ലാത്തിനും നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്ത് പോവുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ കേപ്പബിൾ അല്ല
എന്ന് നിങ്ങൾക്കൊരു പോയിന്റ് തോന്നുകയാണ്. ആൻഡ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ ലൈക്ക് ഒരു ക്വിക്കായിട്ട് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും ഇമോഷണൽ ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇമോഷണൽ ഡിപ്പെൻഡൻസി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്ന കാര്യമാണ്. പക്ഷേ ആ ഇമോഷണൽ ഡിപ്പെൻഡൻസി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പതുക്കെ പതുക്കെ നമ്മൾ ആ പേഴ്സൻ്റെ കൂടെ ഒരുപാട് വർഷങ്ങളോളം ഇരുന്ന് ആ പേഴ്സണിന് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവും, എൻ്റെ പാർട്ട്ണറാണ്, എൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണ് എന്ന് തോന്നി നമ്മൾ ആ പേഴ്സൻ്റെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നതും അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ക്വിക്കായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഇമോഷണലി ആ പേഴ്സൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. ലവ് ബോംബിങ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു കാരണമായിരിക്കാം അവരുടെ ഡീപ്പ് ഡൗൺ ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റീസിനെ ഹൈഡ് ചെയ്യുക. ലൈക്ക് അവരുടെ വൾനറബിലിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ അവർ ആക്ച്വലി എന്താണെന്ന് നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവാതെ നിങ്ങളത് എന്താണെന്ന് നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാതെ നിങ്ങളെ കമ്മിറ്റ് ചെയ്യിപ്പിക്കുക ആ റിലേഷൻഷിപ്പിൽ. അതായിരിക്കാം. ഇമോഷണൽ ഇൻറ്റിമസി അവോയ്ഡ് ചെയ്യാനായിട്ടും ഈ ലവ് ബോംബിങ് യൂസ് ചെയ്യാറുണ്ട് ആൾക്കാർ. ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം വാല്യൂ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇമോഷണൽ ഇൻറ്റിമസിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ എന്താണോ അത് തന്നെ നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ മുന്നിൽ ലൈക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മുന്നിൽ ഇരിക്കാൻ പറ്റുക. അതൊക്കെ സംഭവിക്കുന്നത് ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടെങ്കിലാണ്. പക്ഷേ ഈ ഇമോഷണൽ ഇൻറ്റിമസിക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ഇതിനെ അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും ആൾക്കാർ ലവ് ബോംബിങ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഒരു കാരണമായിരിക്കാം, ലൈക്ക് മെയിൻ കാരണമായിരിക്കാം ഈ ചെയ്യുന്നതും ഈ തരുന്ന ഗിഫ്റ്റ്സും ഈ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ യൂസ് ചെയ്ത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ കമ്മിറ്റ് ചെയ്യിപ്പിച്ച് അതിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോയി ആൻഡ് ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഈ പറഞ്ഞതും ചെയ്ത് കാര്യങ്ങളെയൊക്കെ യൂസ് ചെയ്ത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ആൻഡ് അവർക്ക് എന്താണോ ആഗ്രഹം ആ രീതിയിൽ നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുക എന്നതായിരിക്കാം. ഇപ്പോൾ ഇങ്ങനെ ലവ് ബോംബിങ് നടക്കുന്ന ആ ഒരു സ്റ്റേജിൽ ലൈക്ക് നിങ്ങൾക്ക് എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് തരുന്നു ആൻഡ് ഡെയിലി ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് ഫ്ലവേഴ്സ് അയക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു പോയിന്റ് തോന്നുകയാണ് ലൈക്ക് ഇത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്, എന്നും എന്തിനാ ഗിഫ്റ്റ് തരുന്നത്, എപ്പോഴും എന്തിനാ ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ തോന്നിയിട്ട് നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഇനി ഒന്നും ഗിഫ്റ്റ് വേണ്ട, വെറുതെ എന്തിനാണ് ഇത്രയും പൈസ ചിലവാക്കുന്നത്, ആൻഡ് അല്ലെങ്കിൽ എനിക്കിനി കുറച്ച് സ്പേസ് വേണം എന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ആ പേഴ്സൻ്റെ റിയാക്ഷൻ ആയിരിക്കും, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്നെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അയാളുടെ ആ ഒരു ആങ്കർ ഷോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ ഗിൽട്ട് ട്രിപ്പ് ചെയ്യിപ്പിക്കാം. ഇതൊക്കെ ആയിരിക്കും റെസ്പോൺസ് ആയിട്ട് വരിക. നിങ്ങൾ സ്പേസ് ചോദിച്ച ആ പോയിൻറ്റിൽ നിങ്ങളെ ഇത്രത്തോളം ഐഡിയലൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ കൺട്രോളും മാനിപ്പുലേറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്ന ആ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു പെട്ടെന്ന്. കാരണം ആ പേഴ്സൻ്റെ ലൈക്ക് ഡീപ്പ് ഡൗൺ എന്തായിരുന്നു ഇൻറ്റൻഷൻ? ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നതല്ല, ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ലവ് ബോംബിംഗ് ആണോ സംഭവിക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നത്. അതിൽ ആദ്യത്തെ ഒരു സൈനാണ് എക്സസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷെ നിങ്ങൾ മീറ്റ് ചെയ്ത് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങളെ കോൺസ്റ്റൻ്റ്ലി ടെക്സ്റ്റ് ചെയ്യുക, നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ആരുടെ കൂടെയാണ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിലിങ്സും വേണം. ആൻഡ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തതും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യണം. നിങ്ങളൊരു മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ പോലും ആ സ്പേസ് ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങളെ തന്നെ ഞാൻ ഇത്രയും കെയർ ചെയ്യുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ അതിനാക്കി തീർക്കുക, നിങ്ങളെ കൊണ്ട് സോറി പറയിപ്പിക്കുക, ഇതൊക്കെ ആയിരിക്കാം. അടുത്ത പോയിൻ്റാണ് റഷിങ് ഇൻറ്റിമസി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മീറ്റ് ചെയ്ത ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കല്യാണത്തിനെക്കുറിച്ച് സംസാരിക്കുക, മക്കളെക്കുറിച്ച് സംസാരിക്കുക, എങ്ങനെയായിരിക്കും ലൈഫിന്ന് ഫുൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ മൂവ് ഇൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ് ചെയ്യുക, വെക്കേഷൻസിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക, ഫാമിലി മീറ്റ് ചെയ്യാനായിട്ട് റെഡി ആവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. നിങ്ങൾക്ക് ആദ്യമൊക്കെ ഇത് ലൈക്ക് എന്ത് ഫ്ലാറ്ററിങ് ആണ്, ഓ വാവ് എന്നൊക്കെ തോന്നാം. പക്ഷെ നിങ്ങൾക്ക് തന്നെ തോന്നേണ്ട ഒരു കാര്യമല്ലേ, എന്തിനാണ് ഈ റഷ്? അടുത്ത മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൈനാണ് ഓവർ ദ ടോപ്പ് കോംപ്ലിമെൻറ്റ്സ് തരിക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ നിങ്ങളെ ജെനുവൻലി അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും നിങ്ങളെ വെറുതെ പുകഴ്ത്തി പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരു സൈനാണ് ഇമോഷണൽ മാനിപ്പുലേഷൻ. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ടൈമോ ഒരു കുറച്ച് സ്പേസ് വേണം എന്ന രീതിയിൽ സംസാരിച്ചതും നിങ്ങളെ ഗിൽട്ട് ട്രിപ്പ് ചെയ്യിപ്പിക്കുക, അവർ അപ്സെറ്റ് ആവുക, നിങ്ങളെ കൊണ്ട് സോറി പറയിപ്പിക്കുക, ഇങ്ങനത്തെ ബിഹേവിയറൊക്കെ കാണിക്കും. അടുത്തൊരു സൈനാണ് നിങ്ങളെ ഐഡിയലൈസ് ചെയ്യുക എന്നത്.
നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ എന്താണെന്ന് ആക്ച്വലി ആ പേഴ്സൺ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടാവില്ല. 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പറയുകയാണ് നിങ്ങളെന്ത് സൂപ്പറാണ്, എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളൊരു വേറെ ലെവലിൽ കൊണ്ടെത്തിക്കുകയാണ്. ആൻഡ് കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ പറയുകയാണ്, നീ എന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നു, നിനക്ക് എങ്ങനെ ഇത്രയും എന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ പറഞ്ഞ് അവർക്ക് എന്താണോ വേണ്ടത് ആ ക്വാളിറ്റീസൊക്കെ നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യുന്നു എന്ന രീതിയിൽ നിങ്ങളെ ഒരു വേറെ ലെവലിൽ കൊണ്ടെത്തിച്ചിട്ട് നിങ്ങളെ പ്രഷറൈസ് ചെയ്യുകയാണ്. ലൈക്ക് എപ്പോഴും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ലവ് ബോംബ് ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ കാര്യമാണ് സമയമെടുത്ത് ആ റിലേഷൻഷിപ്പിൽ ഓരോ സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് കടക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എപ്പോഴും സമയമെടുത്ത് മാത്രമാണ് ബിൽഡ് ചെയ്യുക. ഓരോ സ്റ്റെപ്പിലേക്ക് അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്ന സമയമെടുത്തായിരിക്കും. അപ്പം നിങ്ങൾ ഓർക്കുക, ഒരാളെയും നിങ്ങളെ റഷ് ചെയ്യാനായിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്യാൻ സമ്മതിക്കരുത്. അടുത്തൊരു സ്റ്റെപ്പാണ് എടുക്കാൻ പറ്റുന്നത് സെറ്റ് ബൗണ്ടറീസ്. നിങ്ങൾക്ക് സ്പേസ് വേണം എന്നുള്ളപ്പം സ്പേസ് ചോദിക്കുക, നിങ്ങൾക്ക് നോ പറയണം എന്നുള്ള സിറ്റുവേഷൻസിൽ നോ പറയാൻ പറ്റുക. ആൻഡ് അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയന് കിട്ടേണ്ട റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണ് എന്നെ ഇനി 9:30 കഴിഞ്ഞ് വിളിക്കണ്ട, ഞാൻ 9:30 ഉറങ്ങാൻ പോകും എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ആ പേഴ്സൺ ശരി ഞാനിനി വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ സെറ്റ് ചെയ്ത ബൗണ്ടറിയെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അല്ല, ഞാൻ വിളിച്ചാൽ എന്താ പ്രശ്നം, നിനക്ക് എൻ്റെ അടുത്ത് സംസാരിക്കണ്ടേ എന്ന രീതിയിൽ അപ്സെറ്റായിട്ട് ബഹളം വയ്ക്കുകയാണെങ്കിൽ അത് ലവ് ബോംബിംഗ് ആണ്. അടുത്ത ഒരു എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പാണ് ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണുമായിട്ട് ഈ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്ന രീതിയിലെ ബിഹേവിയറൽ പാറ്റേൺ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതിപ്പം നിങ്ങളുടെ ഒരു ട്രസ്റ്റഡ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ തെറപ്പിസ്റ്റ് തന്നെ ആവാം. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു പേഴ്സ്പെക്റ്റീവ് കിട്ടി നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ ചിന്തിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യമാണ് നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ നിങ്ങൾ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് തോന്നുകയാണ് ഈ കാണിക്കുന്നതൊന്നും യഥാർത്ഥ സ്നേഹമല്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിനെ ട്രസ്റ്റ് ചെയ്യുക. കാരണം ആക്ച്വലി ഇതല്ല ലവ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ലവ് ബോംബിങ് ഇൻറ്റൻഷനലിയും അൺഇൻറ്റൻഷനലിയും സംഭവിക്കാം എന്നത്. ഇൻറ്റൻഷണൽ ലവ് ബോംബിങ്ങിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കേട്ടു. അൺഇൻറ്റൻഷനലി ഇത് സംഭവിക്കുന്നത്, അവരറിയാതെ തന്നെ ഇത് സംഭവിക്കുന്നത്, അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ചില അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ ട്രൈ ചെയ്തേക്കാം, ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്തേക്കാം. പക്ഷേ ഇതിൽ തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻഷൻ തന്നെയാണ്. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്പേസ് ആവശ്യപ്പെടുന്നു, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ അൺഇൻറ്റൻഷനലി ലവ് ബോംബ് ചെയ്യുന്ന ആൾ നിങ്ങളുടെ ആ ബൗണ്ടറിക്ക് റെസ്പെക്റ്റ് കൊടുക്കും, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും, ആൻഡ് നിങ്ങളെ പ്രോപ്പർലി വാല്യൂ ചെയ്യുക തന്നെ ചെയ്യുക. ഇപ്പം അൺഇൻറ്റൻഷണൽ ലവ് ബോംബിംഗ് ആണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനും ആ പേഴ്സണിനും ടൈം കൊടുക്കാൻ റെഡി ആണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ലൈക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ പേഴ്സൻ്റെ ഈ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസിനെ മാറ്റി ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാക്കി മാറ്റാൻ പറ്റും. ഈ ലവ് ബോംബിംഗ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് വളരെയധികം ഓവർവെൽമിങ് ആൻഡ് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയേക്കാം. കാരണം അതെപ്പോഴും പ്രകടിപ്പിക്കപ്പെടുന്നത് ലവ് എന്ന രീതിയിലല്ലേ. അപ്പം നിങ്ങൾക്കും ചെറുതായിട്ടെങ്കിലും ആ പേഴ്സൻ്റെ അടുത്ത് കുറച്ചെങ്കിലും ഫീലിങ്സ് ഒക്കെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് തന്നെ ആയിരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ പുറത്ത് വരിക എന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ലൈഫിൽ എപ്പോഴും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾ ഓർക്കുക ഈ റിലേഷൻഷിപ്പ് ലൈക്ക് അവിടെ മ്യൂച്വൽ കെയർ, അണ്ടർസ്റ്റാൻഡിങ്, റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടോ, നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ആ ഒരു സ്പേസ് ഉണ്ടോ നിങ്ങളായിട്ട് തന്നെ ഇരിക്കാൻ എന്നതൊക്കെ നോക്കി മാത്രം ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്കിപ്പം ലവ് ബോംബിങ് കാരണം വളരെയധികം ഓവർവെൽമിങ്, കൺഫ്യൂസ്ഡ് ആൻഡ് വളരെയധികം ഡിസ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഫീൽ ആകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലവ് ബോംബിങ് അല്ലാതെ വേറെ എന്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. ആൻഡ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക അവരുമായിട്ട്. ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വൺസ് അഗൈൻ ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.